സൂക്ഷ്മത എന്ന് പറഞ്ഞ എന്നതാ? നമ്മൾ പറയും സൂക്ഷ്മത വേണം, സൂക്ഷ്മത ഏറെ വേണം, സൂക്ഷ്മത ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞ എന്നത് മനസ്സിലാകുന്ന ഭാഷയിൽ, വേദപുസ്തക ഭാഷയിലേക്ക് വരുമ്പോ സൂക്ഷ്മത എന്ന് പറയുന്നത് ജാഗ്രതയെ കാണിക്കുന്നതാണ്. ജാഗ്രതയെ, അലേർട്ട്നെസ്സിനെ കാണിക്കുന്നതാണ് എന്ത്? സൂക്ഷ്മത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ 3 തലങ്ങൾ, അത് കുടുംബമാകട്ടെ, കുടുംബം കഴിഞ്ഞ് സമൂഹമാകട്ടെ, സമൂഹം കഴിഞ്ഞ് അതിലേറെ പ്രാധാന്യമുള്ള സഭാജീവിതമാകട്ടെ, ഈ 3 തലങ്ങളിലും നമുക്ക് സൂക്ഷ്മത വേണം എന്ന് പറഞ്ഞാൽ എന്നാ വേണമെന്ന് അതിന്റെ അർത്ഥം? ജാഗ്രത. ജാഗ്രത ഏറെ വേണം. അല്പം കൂടെ കൃത്യമായിട്ട് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധിയോടുകൂടെ, കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന വളരെ ശ്രദ്ധയുള്ള ഒരു ജീവിതമാണ് ഈ 3 തലങ്ങളിൽ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മളിൽ നിന്ന് വിട്ടുവീഴ്ച കൂടാതെ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട്, നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എന്റെ ചിന്ത. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും. വേറൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. ശരിയല്ലേ? അങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ വരുമ്പോ, നമുക്ക് വീഴ്ചകൾ വരുമ്പോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വേദപുസ്തകം പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യണമെന്ന് ഇല്ല, പറ്റിയെന്ന് വരികയില്ല. പിന്നെ എങ്ങനെ പോയാൽ മതി? വലിയ കുഴപ്പമില്ലാതെ ഒരു പരുവത്തിലൊക്കെ അങ്ങ് പോയാൽ മതി. ഇത് പിശാചിന്റെ ചിന്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ വാക്യം എടുക്കാതെ ഞാനൊരു കാര്യം പറയാം. അവിടെ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. ഇംഗ്ലീഷിൽ വരുമ്പോൾ he knows our frame. That means അവിടുന്ന് നമ്മുടെ ചട്ടക്കൂടിനെ, നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടക്കൂടിനെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയെ, നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ അതറിയാവുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നിങ്ങൾ വിജയകരമായി, സൂക്ഷ്മമായി, ജാഗ്രതയോടുകൂടെ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് കർത്താവ് കൽപ്പിക്കുമ്പോ കർത്താവിന് അറിയാൻ പാടില്ലാത്തതല്ല നമ്മുടെ ബലഹീനതകൾ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇത് പാലിക്കാൻ നമ്മുടെ കഴിവ് കൊണ്ടൊരിക്കലും സാധിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് സാധിക്കും? അപാരമായിട്ടുള്ള ദൈവ കൃപ കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ഒരു കാര്യം പറയാം. ഈ 3 തലങ്ങൾ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, ദൈവത്തിന്റെ സഭയാകട്ടെ, അവിടെ വിശുദ്ധിയിൽ വളരാനും വിശുദ്ധിയിൽ ജീവിക്കാനും ജാഗ്രതയോടെ ജീവിക്കാനും ദൈവത്തെ തൃപ്തിപ്പെടുത്താനും കഴിയുന്ന കാര്യത്തിൽ ദൈവത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? ദൈവത്തിന്റെ അറിവില്ലായ്മയല്ല, മറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ, എന്റെ ജീവിതത്തിൽ സമ്പൂർണമായി സമർപ്പിക്കാത്ത ഏതൊക്കെയോ മേഖലകൾ ബാക്കി കിടപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ദൈവാത്മാവ് എന്നെ മറ്റൊന്നിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. ഞാൻ അതിനങ്ങ് വിധേയപ്പെടുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ആരല്ല? ശരിയായിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഭക്തന്മാർ ആരും മിണ്ടുന്നില്ല. ഭക്തന്മാർ മാത്രം പറഞ്ഞാൽ മതി, അല്ലാത്തവരാരും പറയണ്ട. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു ബഹുഭൂരിപക്ഷം. എന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഈ കുഴപ്പമില്ല എന്ന് പറയുന്നത് വലിയൊരു കുഴപ്പമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. റോമാലേഖനത്തിലും അതുണ്ട്. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷ ഭദ്രമാണ്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ ശരീരത്തിന്റെ അവയവങ്ങളെ ഓരോന്നിനെയും ദൈവ മുൻപാകെ സമർപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ എന്താ സൂക്ഷ്മതയോടെ ജീവിക്കാൻ പറ്റാത്തത്? എന്താ ജാഗ്രതയോടെ ജീവിക്കാൻ പറ്റാത്തത്? എന്താണ് ഈ തൃതീയ തലങ്ങളിൽ, 3 തലങ്ങളിൽ നാം പരാജയപ്പെടുന്നത്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തതുകൊണ്ടല്ല,
ദൈവത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ വേദപുസ്തകം വല്ലപ്പോഴും വായിക്കാഞ്ഞിട്ടല്ല, സഭായോഗത്തിന് കുഴപ്പമില്ലാതെ പോകാത്തത് കൊണ്ടല്ല, കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കാത്തത് കൊണ്ടുമല്ല, മറിച്ച് എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതത്തില് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ മുൻപിൽ നിബന്ധന കൂടാതെ സമ്പൂർണമായി സമർപ്പിക്കാത്തിടത്തോളം കാലം ജാഗ്രതയോടെ ജീവിക്കാനോ വിജയിക്കാനോ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. കാലം ഇനി മുന്നോട്ടൊന്നും പോവുകയില്ല, കാലം ഇനി മുന്നോട്ട് പോകത്തില്ല. ചിന്തിച്ചു നോക്കിക്കോ, ചൂടത്തിരിക്കാൻ പറ്റുന്നില്ല അല്ലെ? കഴിഞ്ഞ ആഴ്ച ഞാൻ തളർന്നു വീണു. വാസ്തവത്തില് 3 ദിവസം പോയി കാഷ്വാലിറ്റി ഇട്ടു. ഇതിന്റെ ഒക്കെ കാരണം പറയട്ടെ, കഴിഞ്ഞ വർഷം നടക്കേണ്ട മീറ്റിംഗില് ശബ്ദം പോയി. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, നമ്മുടെ മുൻപിൽ അധിക നാളുകൾ യേശു കർത്താവിന്റെ വരവിനായിട്ട് ഇല്ല. പക്ഷെ ചോദ്യം ഇതാ, നീ നന്നായിട്ടുണ്ടോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഇപ്പോഴും നീ കോംപ്രമൈസ് ചെയ്യുകയാണോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജാഗ്രതയോടെ ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആവർത്തിച്ച് നമ്മളോട് പറയുമ്പോഴും ഇന്ന് രാത്രിയും ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിനക്ക് ഈ സന്തോഷം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ കർത്താവേ, ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ഈ 3 തലങ്ങളില് ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുമ്പോ എന്നോട് ഇടപെടുക മാത്രമല്ല, എനിക്ക് വിശുദ്ധിയിൽ വളരാനായിട്ടുള്ള ആഗ്രഹം, അതിനുള്ള തീരുമാനം, കർത്താവ് എന്നെ ഉപയോഗിക്കത്തക്ക നിലയിൽ യജമാനന് കൊള്ളാകുന്ന മാനപാത്രമാക്കി എന്നെ മാറ്റുന്ന എന്റെ ജീവിതത്തിന്റെ സമർപ്പണം എനിക്കുണ്ടാകാനായിട്ട് സാധിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, ഈ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ എന്ന് പറഞ്ഞാൽ അവിടെ നാം ഓർക്കേണ്ടുന്ന വിഷയം വിശുദ്ധിയിൽ വളരുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ മുൻപാകെ നാം ദൈവം ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തുക, പാപം വരാതെ സൂക്ഷിക്കുക. 2 വാക്യങ്ങൾ ഞാൻ ആമുഖമായി പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് ഒന്ന് കയറാനായിട്ട് ആഗ്രഹിക്കുക. 1-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുക്കണം. ഞാൻ സമയം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു വന്നു വരും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് വിട്ടുകൊടുക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമ്മൾ ഒരുമിച്ചാണ് വായിക്കാൻ പോകുന്നത്. എല്ലാവരും വായിക്കണം, എന്നെ തന്നെ ആക്കരുത്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. 1 John chapter 5 verse 18. അവിടുത്തെ ഒരു പ്രയോഗം, അത് കഴിഞ്ഞ് ഒരു പ്രയോഗം കൂടെ കഴിഞ്ഞ് ആമുഖം ഒന്ന് വിട്ട് മുൻപിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. 1-ാമത്തെ ഭാഗം 1 യോഹന്നാൻ 5:18. എന്താ നമ്മൾ വായിക്കുന്നത്? ഒരുമിച്ച് വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അടുത്ത പദപ്രയോഗം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ അവൻ എന്നാ ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അപ്പൊ ജാഗ്രതയോടെ ജീവിക്കാൻ, സൂക്ഷ്മതയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ജാഗ്രതയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തന്നെത്താൻ എന്നാ ചെയ്യുക? സൂക്ഷിക്കുക. തൊട്ട് മുമ്പിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്നാ ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? പാപം വരികയില്ലെന്നാണോ? പാപം വരികയില്ലെന്നല്ല. ആ ഭാഗം ആഴത്തിൽ പഠിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത് പാപത്തിൽ തുടരുന്നതൊരു സ്വഭാവമാക്കി എടുക്കുകയില്ല. ഹാബിച്വൽ സിന്നിങ്, അതായത് തുടർമാനമായി പാപത്തിൽ രസിക്കുകയില്ല. ഇന്ന് പാപം ചെയ്തു, ക്ഷമ പറഞ്ഞു, നാളെ വീണ്ടും എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു? ക്ഷമ പറയുന്നു, വീണ്ടും പാപം ചെയ്യുന്നു. അപ്പോഴവർക്കുന്ന ഞായറാഴ്ച കത്രമേശ എടുക്കണം. ക്ഷമ പറയുന്നു, പാപം ചെയ്യുന്നു, വീണ്ടും പാപത്തിൽ തുടരുന്നു. പാപം ചെയ്യുന്നത് തുടർമാനമായ സ്വഭാവമാക്കുകയില്ല, തുടർമാനമായി പാപം ചെയ്യുകയില്ല. ആര്? ദൈവത്തിൽ നിന്ന് നമുക്ക് പാപം വരികയില്ലെന്നല്ല, ഈ ശരീരത്തിൽ എന്തു വരാം? പാപം വരാം. ഇന്ന് പകലും എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചാലും അതിവിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപിൽ നമുക്ക് എന്തുണ്ട്? കുറവുകളുണ്ട്. അതല്ല അവിടെ പറയുന്നത്. മനഃപൂർവമായിട്ട് തുടർമാനമായി പാപം ചെയ്യുന്ന ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ന്യായമായി സംശയിക്കണം. ഞാൻ വ്യക്തമാക്കി പറയട്ടെ, നമ്മുടെ കൂടിവരവുകളിൽ രക്ഷിക്കപ്പെടാത്ത പലരുമുണ്ട്. സഭയിൽ പ്രയാസമുണ്ടാക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാപത്തിൽ തുടരുവാൻ, ദൈവം ആഗ്രഹിക്കാത്തതിൽ തുടരുവാൻ രക്ഷിക്കപ്പെടാത്തവനെ സാധിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവന്റെ സ്വഭാവം അവൻ പാപത്തിൽ എന്ത് ചെയ്യത്തില്ല? എന്നും തുടരുകയില്ല. എന്നിട്ടാ പറയുന്നത്, എന്താ ചെയ്യുന്നത്? അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്നാ ചെയ്യുന്നുണ്ട്? തന്നെത്താൻ
സൂക്ഷിക്കും. തന്നെത്താൻ സൂക്ഷിക്കും. ഏറ്റവും നല്ല ഉദാഹരണം എന്നാ, ഒത്തിരി ഉദാഹരണമുണ്ട് ആമുഖമായിട്ട്. ഈ തന്നെത്താൻ സൂക്ഷിച്ച പലരുമുണ്ട്. ദാനിയേലിനെ നമുക്കറിയാം. അത് തൽക്കാലം നിൽക്കട്ടെ. 39-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു യൗവനക്കാരനെ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ പേരെന്നതാ? എടുക്കാതെന്ന് പറഞ്ഞേ, എന്നതാ? യോസഫ്. യോസഫിന്റെ ബോധ്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ വേദഭാഗം എടുക്കുന്നില്ല, ആ ബോധ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. തുടർമാനമായി പാപം ചെയ്യാൻ തന്നോട് പറഞ്ഞിട്ടും താൻ അവളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ അങ്ങോട്ടേക്കും പോകുന്നില്ല. പക്ഷേ മുൻപിലേക്ക് വരുമ്പോൾ 10, 11, 12, 12-ാം വാക്യത്തിൽ 39-ാം അധ്യായത്തിൽ ഒരു പ്രത്യേകമായ കാര്യം പറയുന്നുണ്ട്. അവൾ പിടിച്ച അവന്റെ വസ്ത്രം അവിടെ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി. അത് തന്നെത്താൻ സൂക്ഷിക്കുക. ചില നഷ്ടങ്ങൾ വന്നു എന്ന് വരാം. ക്രിസ്തീയ ജീവിതത്തില് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കിയില്ലെന്ന് വരാം. ലോകം നമ്മളെ പഴിച്ചുവെന്ന് വരാം. നാം കൂട്ടുകൂടാത്തത് കൊണ്ട് പലരും നമ്മളെ തെറ്റിദ്ധരിച്ചുവെന്ന് വരാം. പക്ഷെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ലോകം അവനെ എന്ത് ചെയ്യുന്നുവെന്നോ, ലോകം അവനെ എങ്ങനെ ധരിക്കുന്നുവെന്നോ, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതോ അല്ല, മറിച്ച് അവന്റെ മുന്നിൽ വലിയൊരു ചലഞ്ചുണ്ട്. എന്താ? എന്റെ സൂക്ഷ്മതയോടെയുള്ള ജീവിതം വിജയിക്കണമെങ്കിൽ, ജാഗ്രതയോടെ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് എന്നോടൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താ? ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് ഇതിന് തയ്യാറാണ്? ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. പിശാച് ഒരിക്കലും വലിയ കുടുക്കുകൾ ഇട്ടിട്ടല്ല നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ ലഘുവായി ചിന്തിക്കുന്ന കാര്യങ്ങള്, ഒരു പക്ഷേ നമ്മുടെ സഭാ കൂടിവരവിൽ നമ്മോടൊപ്പം ഇരിക്കുന്ന ആളുകൾ അവര് പോലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാര്യം നീ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, നിനക്ക് തന്നെത്താൻ സൂക്ഷിക്കാൻ കഴിയുകയില്ല. ജാഗ്രത കൈവിട്ടു പോകും. അത് ഈ 3 തലങ്ങളെയും ബാധിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അടൂര് ഞങ്ങൾ പോയി താമസമാക്കിയ സമയത്ത്, അതൊന്നും നോട്ടുള്ളതല്ല, ദൈവാത്മാവ് ഹൃദയത്തിൽ തരുന്നൊരു കാര്യമാണ്. അന്ന് എൻ്റെ അപ്പന് അവിടെ 12 സെന്റ് ഒരു വീടും ആണുള്ള. വീട് വെക്കാൻ നേരത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ ഒരുപാട് ബഹുമാനത്തോടെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ പാഠമാക്കിയ ഒരു വിഷയമാണ്. പപ്പ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്തുള്ള 3 പറമ്പിലുള്ള 12 സെന്റേ ഉള്ളൂ. ഇപ്പുറത്തുള്ള ആള്, ഇപ്പുറത്തുള്ള ആള്, ഇപ്പുറത്തുള്ള ആള്. അതില് ചിലരൊക്കെ അല്പം അതിലൊക്കെ മാന്താൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ പിതാവ് ഇവരെ എല്ലാം വിളിച്ചു. ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 12 സെന്റ് വസ്തുവുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇതിൽ നിന്ന് എടുക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് വിലയും തരണ്ട. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഞാൻ മതില് കെട്ടിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, പ്രയാസപ്പെടുത്തരുത്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അളന്നോളാൻ പറഞ്ഞിട്ട് എന്റെ അപ്പൻ അവിടെ നിന്ന് പോവുകയും ഈ 3 അയൽക്കാരും തമ്മിൽ നോക്കിയിട്ട് അവർ ഇഞ്ച് ഭൂമി പോലും എടുക്കാതെ അവർ അളന്ന് മതില് പണിക്ക് മുൻകൈ എടുക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടപ്പോ ഈ കാര്യം എന്റെ മനസ്സിലേക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചെറിയൊരു കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യുമോ? ദൈവസന്നിധിയില് മറ്റുള്ള അനേകരും നമ്മളോട് സാരമില്ല ബ്രദറെ, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാ, ഇതങ്ങ് കണ്ണടച്ചേരെ എന്ന് പറയുമ്പോ ഓർത്തോണം, നാം സംഭവിക്കുന്നത് സൂക്ഷ്മത നഷ്ടപ്പെടുകയാണ്, ജാഗ്രത നഷ്ടപ്പെടുകയാണ്. യോസഫിനെ സംബന്ധിച്ച് പാപം ചെയ്തിരുന്നെങ്കിൽ ന്യായീകരിക്കാൻ മാനുഷികമായിട്ട് അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം അവർ തീരുമാനിച്ചു, ഞാൻ എന്നാ ചെയ്യും? തന്നെത്താൻ സൂക്ഷിക്കും. ഇനി തന്നെയല്ല, ഒരു വാക്യങ്ങൾ നോക്കിയേ, വിശദീകരിക്കാതെ അധികം മുമ്പോട്ട് പോട്ടെ. 1 യോഹന്നാൻ 3:3. 1 യോഹന്നാൻ 3:3. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ഒരുമിച്ച് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:3. നമ്മൾ എന്താ വായിക്കുന്നത്? ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, ഒരുമിച്ച് വായിച്ചാട്ടെ. ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ എന്നാ ചെയ്യുന്നു? തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആരാ മോഡല്? അവൻ, അവിടുന്ന്, നമ്മുടെ കർത്താവ്. കർത്താവ് എങ്ങനെ നിർമ്മലനായിരിക്കുന്നുവോ ആ കർത്താവിന്റെ നൈർമല്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ തന്നെത്താൻ നിർമ്മലീകരിക്കുക. ആ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്നതിന് ഞാൻ ഇങ്ങനെ ഒരു വേദപുസ്തകപരമായ കാര്യം പറയാം. വിശുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വളർന്നുകൊണ്ടേയിരിക്കുക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും, ഒന്ന് പറ, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമുള്ള കാര്യം അല്ലല്ലോ, മറിച്ച് പ്രായോഗിക
ക്രിസ്തീയ ജീവിതത്തിൽ അശുദ്ധി വന്നു പോയാൽ അശുദ്ധി വരാതെ വചനത്താലും പ്രാർത്ഥനയാലും തന്നെത്താൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും ആ വിശുദ്ധിയുടെ അളവുകോലായിട്ട് യേശു കർത്താവിനെ മാത്രം കാണുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലി ഏതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായിരിക്കും? ഒന്ന് സുവിശേഷ വേലയാണ്. സുവിശേഷ വേലയോടൊപ്പം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് സഭാപരിപാലനമാണ്. ദൈവത്തിന്റെ സഭയെ പരിപാലിക്കുമ്പോൾ പലപ്പോഴും ഒരു നന്ദിയുടെ വാക്ക് കിട്ടിയില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഓർത്തോണം, തളർന്നു പോകരുത്, നാം തകർന്നു പോകരുത്. നമ്മുടെ മുൻപിൽ മനുഷ്യരാരുമല്ല മോഡലായിട്ടുള്ളത്, മറിച്ച് ആ വാക്യത്തിൽ പറയുന്നത് പോലെ എന്താ, ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ എന്ത് ചെയ്യുകയാണ്? ഇതാര് ചെയ്യേണ്ടതാ? മറ്റേത് കർത്താവ് ചെയ്തു. പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? തന്റെ രക്തത്താൽ ക്ഷമിച്ചു തന്നു. എന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് സൂക്ഷ്മതയോടെ ജീവിക്കാൻ, ജാഗ്രതയോടെ ജീവിക്കാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. നാം നമ്മെ തന്നെ ദൈവവചനത്തിന്റെ പരിപോഷണത്താൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ആദ്യ തലമായിട്ട് കുടുംബത്തെയാണ് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. കുടുംബം എന്തിനാ വീട്ടിലെ കാര്യം പറയും? വാസ്തവത്തില് ഇതിന്റെ വേറെ നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടേക്ക് വരാൻ നേരത്തെ ദൈവം എനിക്ക് പുതിയ ചിന്തകൾ പറയാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനത് പുതിയ ഭാഗങ്ങളിലേക്കാണ്, നിങ്ങൾക്ക് പുതിയതാണെന്നല്ല, എന്റെ ചിന്തയിൽ വളരെ ലളിതമായിട്ടുള്ളതും എന്നാൽ ഞാൻ പറയട്ടെ സമയപരിധി വരെ പറയുവാൻ കഴിയുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനാ ഈ കുടുംബത്തിലെ കാര്യത്തെ തുടങ്ങുന്നത്? അംഗന്മാരുള്ള പല പ്രിയപ്പെട്ടവരും എന്നോട് പറഞ്ഞിട്ട് വാചകമുണ്ട്, അത് നമ്മൾ എല്ലായിടത്തും പറയുന്നത്, കൂടെ കിടക്കുന്നവർക്ക് രാപ്പരി എന്ന് വെച്ചാൽ എന്താ? നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ആർക്കാ? അയ്യോ മിണ്ടത്തില്ല, ഇവിടെ മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇല്ലല്ലോ, നമുക്ക് സഹകരിക്കാം. ഞാൻ പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ ഇവിടെ മിണ്ടുന്നില്ല. വീട്ടിലുള്ളവരാ. അപ്പൊ ഒരു കാര്യം ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അധികം സാക്ഷ്യം പ്രാപിപ്പാൻ, സത്യസന്ധമായിട്ടത് പ്രാപിപ്പാൻ ബുദ്ധിമുട്ടേറിയ ആദ്യത്തെ സ്ഥലം ഏതാ? കുടുംബ. ശരിയല്ലേ? ഈ കുടുംബത്തിൽ കുറവ് വന്നാല് പലപ്പോഴും എന്ത് ചെയ്യും? നമ്മളങ്ങ് മറ്റുള്ളവരോട് പറയാതെ മറയ്ക്കും. പക്ഷെ ചങ്കിനകത്ത് അറിയാം എന്ത്, എന്റെ വീട്ടിനകത്ത് ഇന്ന കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ആദ്യത്തെ തലമായ കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് വളരെ വ്യക്തമായി പറയുകയാ, ക്രിസ്തീയ ജീവിതത്തിൽ ശരിയായിട്ടുള്ള സാക്ഷ്യം ആദ്യം പ്രാപിക്കേണ്ടതും എന്നാൽ പ്രാപിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ആദ്യത്തെ തലമെന്ന് പറയുന്നത് അവനവന്റെ വീടാണ്, കുടുംബമാണ്. അതുകൊണ്ടാണ് ചിലപ്പം അച്ചായനോട് അമ്മാമ്മ പറയുന്നത് തന്നെ, എനിക്ക് നിങ്ങളെ ആരെക്കാളും നന്നായിട്ട് അറിയാം. നേരെ തിരിച്ചും വലിയ കാര്യമായിട്ടൊക്കെ നടക്കുമ്പോഴും ചെവി പറയും, നീ മിണ്ടാണ്ടിരുന്നാ മതി, എനിക്ക് നിന്നെ അറിയാം. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയും, പപ്പ ഇന്ന കാര്യം പപ്പ ചെയ്തത് ശരിയല്ല, നമ്മളവരെ ശാസിച്ചമർത്തിയെന്ന് വരാം. പക്ഷെ അവരുടെ മനസ്സിനകത്ത് ഒരു കാര്യം അറിയാം, അപ്പൻ എന്നേതാണെങ്കിലും അപ്പൻ ചെയ്ത കാര്യം ചിലത് എന്തല്ല ശരിയല്ല. ഇന്ന് രാത്രി ഇതിനൊരു അടിവരയിട്ടിട്ട് ഞാനിങ്ങനെ പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യത്തെ തലമായിട്ടുള്ള ഈ കുടുംബത്തിനകത്ത് ശരിയായിട്ടുള്ള സാക്ഷ്യം പ്രാപിക്കാതെ നമുക്ക് സഭയിലോ സമൂഹത്തിലോ സാക്ഷ്യം പ്രാപിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ മുപ്പന്മാരുടെ ക്വാളിറ്റി പറയുമ്പോഴും ശുശ്രൂഷകന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോഴും ആദ്യം പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഏതാണെന്നറിയാമോ? അവനവന്റെ വീട്ടിൽ പ്രാപിക്കുന്ന സാക്ഷ്യമാ. എല്ലാ വിശ്വാസികൾക്കും ഇത് ബാധകമാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് ശരിയായിട്ടുള്ള സാക്ഷ്യം പ്രാപിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ മക്കളുടെ മുൻപിലൊക്കെ ഒരുപക്ഷെ വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നാം തെറ്റായ ഒരു കാര്യം ചെയ്താൽ അവരെ ശാസിച്ചമർത്തി നമ്മുടെ തെറ്റിനെ മൂടി വെക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാ. മക്കളെ, അപ്പന് തെറ്റുപറ്റിയിട്ടുണ്ട്, മോനെ അമ്മയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അതിന് വരാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കാം. നിനക്ക് ഹൃദയം വേദനിച്ചെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയുന്നു എന്ന് പറഞ്ഞ്
പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കുടുംബത്തിനകത്ത് ശരിയായ നിലയിൽ പോഷിപ്പിക്കപ്പെടുന്നവരായി തീരും. തലമുറകൾ നഷ്ടപ്പെടുമ്പോൾ, തലമുറകൾ കൈവിട്ടു പോകുമ്പോ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. മറിച്ച് എവിടെയാണോ ആദ്യം ശരിയാക്കേണ്ടത് അതിന്റെ അടിസ്ഥാനപരമായി പ്രായഭേദം കൂടാതെ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ സൂക്ഷ്മതലങ്ങൾ കുടുംബത്തിനകത്ത് തിരുത്തപ്പെടാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിലും സഭയിലും സാക്ഷ്യത്തോടെ നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എവിടെ ശരിയാക്കണം? ആദ്യം എവിടെ ശരിയാക്കണം? ഒന്ന് പറ. എവിടെ ശരിയാക്കണം? കുടുംബത്തിനകത്ത്. അങ്ങനെ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. വേദപുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എടുക്കണം 101 സങ്കീർത്തനം, അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. Psalm 101 verse 2, its last part. 101 സങ്കീർത്തനം 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് എടുത്താട്ടെ. അതാണ് കുടുംബത്തോട് ബന്ധപ്പെട്ട നമ്മുടെ കുറിവാക്യം എന്ന് പറയുന്നത്. അവിടെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ആ 3 പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. ഇന്ന് കുടുംബം കഴിഞ്ഞ് നാളെ സമൂഹമാണ്. ഇന്ന് കുടുംബം കഴിഞ്ഞില്ലേലും നാളെ എന്താണ്? സമൂഹമാണ്. അപ്പം ആ 2-ാം വാക്യത്തിന്റെ 101 സങ്കീർത്തനം 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ എന്താ വായിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ, എല്ലാവരും ഒന്ന് വരച്ചിടണം, ബൈബിള് കീറാതെ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ എന്നാ ചെയ്യും? നിഷ്കളങ്ക ഹൃദയത്തോടെ എന്ത് ചെയ്യും? പെരുമാറും. ഇംഗ്ലീഷിൽ ഇന്റഗ്രിറ്റി എന്നുള്ള വേർഡാണ് കൊടുത്തിട്ടുള്ളത്. പല ട്രാൻസ്ലേഷൻ പലതാണ്. ആ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാല് നിഷ്കളങ്കത എന്നുണ്ട്, ധാർമ്മികത എന്നുണ്ട്, സത്യസന്ധത എന്നുണ്ട്, നീതിയുള്ള സ്വഭാവം എന്നും അർത്ഥമുണ്ട്. അപ്പൊ വീട്ടിൽ എങ്ങനെ പെരുമാറണം? വീട്ടിൽ ആര് പെരുമാറുന്ന കാര്യം? എന്റെ ഭാര്യയോട് നീ പെരുമാറുന്ന കാര്യമല്ല. ആണോ? അതെളുപ്പോ? മക്കളെ നിങ്ങൾ പെരുമാറണം. അത് പറയാൻ എളുപ്പ. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ വീട്ടിലെ മറ്റൊരാളുടെ കാര്യമല്ല, എന്റെ സഭയിലെ മറ്റൊരാളുടെ കാര്യമല്ല, മറിച്ച് എന്റെ വീട്ടിൽ ആര് പെരുമാറും? നിഷ്കളങ്കതയോടെ ഞാൻ പെരുമാറും എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. വീട്ടിൽ സൂക്ഷ്മതയുടെ ആദ്യത്തെ തലം, ജാഗ്രതയുടെ ആദ്യത്തെ തലം. എന്റെ അടുത്ത് ഒരിക്കല് ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കൊച്ചു കുഞ്ഞല്ല, ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. അങ്കിളെ, എന്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം സംശയമായി ചോദിച്ചാൽ എന്റെ വീട്ടിൽ നിന്നും സഭയിൽ നിന്നും ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമെങ്കിൽ, വേണ്ടാത്ത കാര്യമൊന്നും ആ കൊച്ചു ചോദിച്ചില്ല, പക്ഷെ എനിക്ക് പരസ്യമായി പറയാൻ കഴിയാത്തൊരു കാര്യമാണ് ആ കുട്ടി എന്നോട് ചോദിച്ചത്. ഞാൻ ആ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ പറയാനൊന്നും വിശ്വാസമില്ല. നമ്മുടെ വീട്ടിൽ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ അവർ ലോകത്തിന് കാതു കൊടുക്കുകയാണ്. ഇത് കുറ്റം കുഞ്ഞുങ്ങളുടേതുണ്ടെങ്കിലും അതിലേറെ കുറ്റം എവിടെയാണെന്നറിയാമോ? ആദ്യത്തെ തലത്തിൽ ദൈവദാസന്മാരാകട്ടെ, ശുശ്രൂഷകന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, ആദ്യത്തെ തലത്തിൽ വീട്ടിൽ പെരുമാറുകയല്ല. എങ്ങനെ പെരുമാറണം? നിഷ്കളങ്ക ഹൃദയത്തോടെ. എന്റെ കുഞ്ഞിന് മറ്റാരും പറഞ്ഞില്ലെങ്കിലും, എന്റെ ഭാര്യയ്ക്ക് മറ്റാരും പറഞ്ഞില്ലെങ്കിലും, എന്റെ അപ്പനും അമ്മയ്ക്കും മറ്റാരും പറഞ്ഞില്ലെങ്കിലും, എന്റെ സഹോദരങ്ങൾക്ക് മറ്റാരും പറഞ്ഞില്ലെങ്കിലും, എന്നെ കുറിച്ച് ആത്മാർത്ഥമായും സത്യസന്ധമായും ദൈവത്തെ സാക്ഷി നിർത്തി പറയാൻ കഴിയണം. എന്റെ അപ്പൻ, എന്റെ സഹോദരൻ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, അവൻ നിഷ്കളങ്കനാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വീട്ടിനകത്തു നീ സാക്ഷ്യം പ്രാപിച്ച എത്ര പേരുടെ അവിടെ നന്നാണ്? അവിടെ നന്നാകാതിരുന്നിട്ട് ബാക്കി എവിടെ നന്നായിട്ടും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ തുടക്കം അവിടെ. ഒന്നാമത്തെ തലം കുടുംബമാ. ഞാൻ അങ്ങോട്ടേക്ക് ഒത്തിരി മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ സമയപരിധിയിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുക. അപ്പം ഈ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറണമെന്ന് പറഞ്ഞു, എങ്കിലേ സാക്ഷ്യം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ജാഗ്രത ഉണ്ടാകണമെന്ന് പറഞ്ഞു, സൂക്ഷ്മത ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ജാഗ്രതയും സൂക്ഷ്മതയും നിഷ്കളങ്കതയോടെ പെരുമാറാനും നാം ആദ്യം ഓർക്കേണ്ടുന്ന കാര്യം എന്താ? ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ നിഷ്കളങ്കത എന്റെ രക്ഷിതാവിന്റെ സ്വഭാവമാണെന്ന് ഓർക്കണം. ലളിതമാണ്. ഈ നിഷ്കളങ്കത എന്റെ രക്ഷിതാവിന്റെ സ്വഭാവവും
വിശുദ്ധന്മാരുടെ മുഖമുദ്രയും ആണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിയണം. ഇത് കഴിഞ്ഞാലേ സാധിക്കത്തുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കും. അപ്പൊ ആരാ മോഡല്? ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും മനസ്സിന്റെ അകത്തെ കണ്ണാടിയിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭവനത്തിനകത്ത് എനിക്ക് തെളിഞ്ഞു നിൽക്കേണ്ടത് എന്റെ രക്ഷിതാവിന്റെ സ്വഭാവമായ നിഷ്കളങ്കതയാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പൊ കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? അവിടുത്തെ സ്വഭാവം എന്താ? പാപരഹിതന, നിഷ്കളങ്കന. നമ്മൾ പാപരഹിതരല്ല, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാ, ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, പാപരഹിതരല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും കുടുംബത്തിനകത്ത് ആ നിഷ്കളങ്കത കൊണ്ടുവരുവാൻ കഴിയണമെങ്കിൽ ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടുന്നത് എന്റെ കർത്താവിന്റെ കൺമുൻപിൽ എപ്പോഴും എനിക്ക് മാതൃകയായിട്ടുണ്ടാകണമെന്നുള്ള വിഷയമാണ്. ഞാൻ സന്ദർഭവശാൽ ഇങ്ങനെ പറയട്ടെ, ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ സാധു സുന്ദർ സിംഗ്, നമുക്കറിയാം, സുന്ദർ സിംഗ് ഇങ്ങനെ നടന്ന് സുവിശേഷം പറയുന്ന ആളാണ്. വലിയൊരു ദൈവദാസൻ. കേരളത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഒടുവിൽ ഹിമാലയ സാനുക്കൾ എവിടെയോ നടന്ന് ടിബറ്റിലേക്ക്, നേപ്പാളിലേക്ക് സുവിശേഷം പറഞ്ഞ അദ്ദേഹം പലവട്ടം പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഒരു യാത്രയിൽ ആ മഞ്ഞുമലയിൽ എവിടെയോ താൻ മരിച്ചു കിടപ്പുണ്ട് എന്നാണ് ഇപ്പോൾ വിശ്വാസം. നമുക്ക് അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. ആ ദൈവത്തിന്റെ ദാസന് താൻ ഒരിക്കൽ ഒരു നോർത്ത് ഇന്ത്യയിൽ എവിടെയോ, പഞ്ചാബിലോ മറ്റുമാണെന്ന് തോന്നുന്നു, അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ കർത്താവിന്റെ വാക്ക് അങ്ങനെ അനുസരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. താൻ തരം കിട്ടുന്ന അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കുന്നവരടുക്കൽ താൻ താമസിക്കും. ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ താൻ കഴിക്കും. നേർമയുള്ള വിശുദ്ധനായ മനുഷ്യൻ ഒരു വീട്ടിലേക്ക്, ഒരു ഹൈന്ദവ കുടുംബത്തിലേക്ക് ചെന്നു. അവിടെ ഒരു കൊച്ചു മോളുണ്ട്. ഈ കുഞ്ഞ് സ്കൂളിൽ പോകാൻ നേരത്തെ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ചു. എന്നാൽ ഒരിക്കൽ ആ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നപ്പോ അതിനു മുൻപേ സാധു സുന്ദർ സിംഗ് തന്റെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ആ കുഞ്ഞിന്റെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യം ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മേ, നമ്മുടെ വീട്ടിൽ താമസിച്ച യേശു അപ്പച്ചൻ പോയോ? വീട്ടിനകത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ള എല്ലാവരെയും വിട്. അവരവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഓർക്കേണ്ടുന്ന വിഷയം, ഞാൻ കർത്താവിന്റെ നിഷ്കളങ്കത സ്വന്തമാക്കുന്ന ഒരു മനുഷ്യനായിട്ട്, ഒരു സ്ത്രീയായിട്ട്, ഒരു പുരുഷനായിട്ട് മാറ്റപ്പെടണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുക. ഈ 101-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ മലയാളത്തിൽ, ഞാൻ എന്റെ വീട്ടിൽ എന്ത് ചെയ്യും? നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അതിന്റെ 23-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 18-ാം സങ്കീർത്തനം 23-ാം വാക്യം ഒന്ന് എടുത്തേ. എല്ലാവരും എടുത്തോ? എടുത്തോ? താങ്ക് യു. നീ എങ്കിലും ഒന്ന് പറയണം. 23-ാം വാക്യത്തിൽ നമ്മൾ എന്ത് വായിക്കുന്നു? ഞാൻ കർത്താവിന്റെ മുൻപാകെ എന്തായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. അടുത്തത്, അകത്യം ചെയ്യാതെ എന്നെ തന്നെ എന്ത് ചെയ്തു? അപ്പൊ കുടുംബത്തിനകത്ത്, ജീവിതത്തിൽ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവിന്റെ മുൻപാകെ. അതാണ് ആദ്യത്തെ ബോധ്യം. 2 അച്ഛൻ പറഞ്ഞതാ, കർത്താവിന്റെ മുൻപാകെ എന്ത് ചെയ്യുന്നു? അകത്യം ചെയ്യാതെ ഞാൻ എന്നെ തന്നെ കാക്കുന്ന ജീവിതത്തെയാണ് എന്തെന്ന് പറയുന്നത്? നിഷ്കളങ്കത. പാപം വരാതെ. പാപം വരുമ്പോ, പാപം ചെയ്യാൻ തോന്നുമ്പോ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോ ഒരു കാര്യം ഓർത്തോണം, എന്റെ കുടുംബത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എന്റെ കുടുംബത്തിനകത്ത് സാക്ഷ്യം പ്രാപിക്കാതെ ഇരുന്നാൽ എനിക്ക് സഭയിൽ ശുശ്രൂഷിക്കാൻ കഴിയുകയില്ല, എനിക്ക് പൊതുവേദികളിൽ നിൽക്കുവാൻ കഴിയുകയില്ല, എന്റെ സമൂഹത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ അകത്യം ചെയ്യാതെ കർത്താവിന്റെ എല്ലാം അറിയുന്ന ആ കർത്താവിന്റെ കൺമുൻപിൽ എന്റെ ജീവിതത്തിന്റെ മേഖലകളെല്ലാം തുറന്നിട്ടിട്ട്, കർത്താവേ, ഞാൻ അകത്യം ചെയ്യാതെ എന്നെ തന്നെ സൂക്ഷിക്കുമെന്ന് പറയുന്നതാണ്. 8-ാം വാക്യം നമുക്കറിയാം. അവിടെ കർത്താവ് യഹോവയായ ദൈവം ഇയ്യോബിനെ പറ്റി പറയുന്ന സാക്ഷ്യമാണ്. അവിടെ എന്താ പറയുന്ന സാക്ഷ്യം? അത് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 8, ഇയ്യോബിന്റെ പുസ്തകം 1:8, അവനെ പോലെ നമ്മൾ സഹായിക്കുക, അവനെ പോലെ നിഷ്കളങ്കൻ. 2,
നേരുള്ളവൻ 3, ദൈവഭക്തൻ 4, ദോഷം വിട്ടകലുന്നവൻ. അങ്ങനെയുള്ളവൻ വേറെ ആരും ഭൂമിയിൽ ഇല്ലല്ലോ. അതില് ഓർക്കണം, നമ്മുടെ വിഷയത്തിലേക്ക് മാത്രം ഒന്ന് വന്നാട്ടെ. അവനെ പോലെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ്, കുറ്റപ്പെടുത്താൻ പിടിക്കാൻ ഒന്നുമില്ലാത്തവൻ. അതായത് എടുത്തു പറയാൻ, ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ ഇന്ന പാപം ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ വകയില്ലാതെ തന്റെ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതായിട്ടാണ് ദൈവം തമ്പുരാൻ ആരംഭിച്ച് പറയുന്നത്. ഇനി എന്റെ ചോദ്യം, ആരോട് പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞു. ആരോട് പറഞ്ഞു? സാത്താനോട് പറഞ്ഞു. കൂട്ടുകാരോട് നമ്മളോട് പറഞ്ഞാൽ, നമ്മളെ പറ്റി നല്ല കാര്യം പറഞ്ഞാൽ, കൂട്ടുകാരും വീട്ടുകാരും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, മിണ്ടാതിരിക്കും, ശരിയാച്ച. പക്ഷേ പിശാചിന്റെ സ്വഭാവം എന്താ? അവൻ അപവാദിയ, ഇല്ലാത്ത കാര്യം തന്നെ ഉണ്ടാക്കി പറയുന്നവനാ, ശരിയല്ലേ? ഈ പിശാച്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട എന്റെയും നിന്റെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവിനെ എടുത്തു കാണിച്ച് നാം അറിയാത്തൊരു ആത്മമണ്ഡലത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരാ. തെളിവുകൾ പഴയ നിയമത്തിലുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ അറിയാത്തൊരു മണ്ഡലം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണാത്ത, എന്നാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വിശ്വാസിയുടെയും കുറവുകളെ ചൂണ്ടിക്കാണിച്ച് ഇവനാണോ നിന്റെ പൈതലെന്ന് അപവാദി കുറ്റം പറയാനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ചില പ്രത്യേക സമയങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ പിശാചിന് പോലും ഒരു തെറ്റെടുത്ത് പറയാൻ കഴിയാത്ത നിലയിൽ പ്രാഗൽഭ്യത്തോടെ കുടുംബത്തിനകത്തെ ജീവിതവും ഉണ്ട്. അതുകൊണ്ടാണ് ഭാര്യ പറഞ്ഞു, നീ എന്ത് ചെയ്യുക, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചത്തുകളയുക എന്ന് പറഞ്ഞിട്ടും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചവർ നമ്മൾ ആ തിന്മയും പ്രാപിക്കേണ്ടതല്ലയോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. യഹോവ തന്നു, യഹോവ